ഞാൻ വിനീതിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഇങ്ങനെ എന്തോ പറയും. ഞാൻ പറഞ്ഞു, മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, 17ാമത്തെ വയസ്സ് മുതൽ ഇപ്പം വരെ ഈ സംസാരിക്കുന്ന കാലഘട്ടം വരെ നിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ. അതെല്ലാം ഇതും അനുഭവിച്ച് വളർന്നവനാണ്. വിനീത് പറഞ്ഞെന്ന് അറിയുക. ഞാനൊരു CPM കാരനായത് ഞാൻ ഈ കാർൽ മാർക്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ EMSൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടൊന്നുമില്ല. എനിക്കതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അത് എതിർ പാർട്ടി ശക്തമായ ഒരു വേരോട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും തലറങ്ങി വീണ് കഴിഞ്ഞാൽ അവിടെ കുറേ ചെറുപ്പക്കാർ, അവിടെ വെടിത്ത കമ്പനിയിൽ നിന്നൊക്കെ കുറേ ചെറുപ്പക്കാർ ഓടി വന്ന് അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഒരു കല്യാണ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇലമുറിക്കുന്നതും ഏതൊടുക്കുന്നതും ആളെ സ്വീകരിക്കുന്നതും ഒക്കെ ഇതേ ചെറുപ്പക്കാരാണ്. മരണ വീട്ടിലാണെങ്കിൽ അവിടെ അങ്ങനെയുള്ള പ്രവർത്തകർ ഒരു ദിവസം ഞാൻ കാണുന്നത് മുദ്രാവാക്യം വിളിച്ചിട്ട് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ ഗുണ്ടായിസ്ഥിതിയോ അങ്ങനെ എന്തെങ്കിലും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പൊടി പിടിച്ച് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിൻ്റെ പിന്നാലെ ആയതാണ്. അങ്ങനെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായത്. ശ്രീനിവാസന്റെ കുടുംബത്തിൽ നിന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ M. മോഹൻ. കഥ പറയുമ്പോൾ മുതൽ ഒരു ജാതി ജാതകം വരെ, പ്രത്യേകിച്ച് മുഖവരിയൊന്നും വേണ്ട. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ മേളം കറി മസാല. ഞാൻ മോഹൻജിയെ പറ്റി ഒരുപക്ഷെ പറയാൻ പാടുണ്ടോയെന്നറിയില്ല. ശ്രീനിവാസന്റെ പ്രിവിലേജ് ജീവിതത്തിൽ അല്പം പോലും ഉപയോഗിക്കാത്തവർ. മരണ ദിവസം പോലും ക്യാമറകൾ അവിടെയൊക്കെ ഓടിക്കളിച്ചപ്പോൾ ഒരു ഫ്രെയിമിൽ പോലും എല്ലായിടത്തും മാറി. അത് അദ്ദേഹത്തിന് നൽകുന്ന ഒരു ബഹുമാനമാണ്. 2, അതൊരു സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ്. ഞാൻ അറിയപ്പെടുന്നത് എൻ്റെ അധ്വാനത്തിലും എൻ്റെ പ്രയത്നത്തിലും എൻ്റെ കഴിവിലുമാണെന്ന് ഒരാൾ സ്വയം വിലയിരുത്തുന്നതിൻ്റെ വലിയ ലക്ഷണമാണ്. മാത്രമല്ല അത് ശ്രീനേട്ടന് ഇഷ്ടവുമായിരുന്നു. അതാണ് ഇഷ്ടമായിരുന്നില്ല. മാത്രമല്ല ഇപ്പം GK പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് എന്നിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് ശ്രീനേട്ടനാണ്. ശ്രീനേട്ടൻ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ ഈ സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു നടന്നു. അപ്പോൾ ചിലതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. അപ്പം ഒരു കഥ കൊള്ളാവുന്നൊരു കഥയായിരുന്നു. അപ്പം ശ്രീനേട്ടൻ പറഞ്ഞു, ഈ കഥ ചിലപ്പോൾ സിനിമയായി മാറിയാൽ ചിലപ്പോൾ ഓടുമായിരിക്കും, പക്ഷേ ഇത് നിനക്ക് നിന്റെ കാലിൽ നിന്നുകൊണ്ട് വേറെ ആരുടെ സഹായം ഇല്ലാതെ കൊണ്ട് നീ ഒരു സിനിമ ചെയ്ത് വിജയിപ്പിക്കുമെന്ന് ഉറപ്പുള്ള സാധനമാണ് ആദ്യം ചെയ്യുന്നത്. ഒരു സ്റ്റാമ്പ് ചെയ്യുന്നൊരു സിനിമയായിരിക്കണം, അല്ലാതെ പുറകിൽ ഇന്ന ആളുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയാം. അവിടെയാണ് ഞാൻ ഇപ്പം GK പറഞ്ഞത് ഫോളോ അപ്പ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആളുടെ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ടീനേജ് എന്ന് പറയുന്ന ഒരു 15 വയസ്സിന് ശേഷം ഉള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ. അവിടെയാണ് നമ്മളെ സ്വഭാവ രൂപീകരണം കിട്ടും. ആ സ്വഭാവ രൂപീകരണത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ വായന, നമ്മുടെ വീട്ടുകാർ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മുടെ പശ്ചാത്തലം, അത് വമ്പിച്ച തോതിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പ്രദേശം എന്നുള്ള രീതിയിൽ പാട്യത്തിലുള്ള പ്രദേശത്തുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞ ഗോവാലട്ടപ്പുറത്തുള്ള ആൾക്കാർ, പ്രദേശങ്ങൾ, പിന്നെ അവിടെ സാമൂഹിക പ്രവർത്തകർ, അധ്യാപകരായ സാമൂഹിക പ്രവർത്തകർ ആൾക്കാർ, പിന്നെ വീട്ടിലാണെങ്കിൽ വിമലേച്ചിയും ശ്രീനിയേട്ടനും നമ്മുടെ ഇതുപോലും. അതെ, അപ്പോൾ ശ്രീനിയേട്ടനാണ് ശരിക്കും എനിക്കൊരു നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ഇതുണ്ടായി തന്നെ. ഈ ശ്രീനിയേട്ടൻ്റെ അടുത്താണ് ആ സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം പറയുന്നത്. അതെ, അതായത് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ചേച്ചി PG എടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് വിചാരിച്ചത്. അമ്മയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു നേരത്തെ. അത് അപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു PG എഴുതണം, ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ PG അപേക്ഷയൊന്നും കൊടുത്തില്ല. അപ്പോൾ ഒരു 50%ഓളം തിരക്കുള്ള PGക്ക് അപ്ലൈ ചെയ്യാനുള്ള മാർക്കൊക്കെ ഉണ്ട്, അതിലും കൂടുതലുണ്ട്. അപ്പം ശ്രീയുടെ വന്നുപോയി, റിസൾട്ടിന് മുമ്പേ വന്നുപോയി. അപ്പോൾ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ അപ്പോൾ പിന്നെ എൻ്റെ അന്ന് രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീനേട്ടൻ ചോദിച്ചു, ഡിഗ്രി കഴിച്ചിരുന്ന മോഹൻ എന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ ശ്രീനേട്ടനോട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ മൂപ്പരൊന്നും പറഞ്ഞില്ല. അതിനൊരു വേറൊരു ദിവസം കഴിഞ്ഞിട്ട് പത്തെടുത്തിട്ട് എന്താ PGക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയതെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ ശരി അപ്ലൈ ചെയ്യാമെന്ന് അങ്ങനെ അപ്ലൈ ചെയ്തു. ഞാൻ കുറച്ച് ഉഴപ്പി അപ്ലൈ ചെയ്തില്ല, അപ്ലൈ ചെയ്തു ഉഴപ്പി അപ്ലൈ ചെയ്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. പിന്നെ ചോദിച്ചു, ഞാൻ ഡേറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അടുത്തോളം കൊടുക്കാമെന്ന്. പിന്നെ മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ടാവും രക്ഷയില്ലാന്ന്. പിറ്റത്തെ പ്രാവശ്യം ശ്രീനേട്ടൻ വന്നപ്പോൾ ചോദിച്ചു, എന്താണ് അടുത്ത പരിപാടി? അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ സിനിമയിലെ സംവിധാനം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, 2 നിമിഷം നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുമല്ലോ. മൂപ്പര് കൂടെ കുറേ കാലം താമസം. അങ്ങനെ അപ്പം ഞാൻ ശ്രീനേട്ടൻ ഉള്ളത് കൊണ്ടല്ല, ശ്രീനേട്ടൻ ഈ ഫീൽഡിലുള്ളത് കൊണ്ടല്ല, അത്യാവശ്യം
കുറച്ച് ഈ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത് സിനിമയെക്കുറിച്ച് അറിയണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അതുകൊണ്ട് സംവിധാനം പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇനി സംവിധായകൻ ആവുമോ അല്ലെ ആവണോ അങ്ങനെയൊന്നുമുള്ള ഇതല്ല, ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ഇതാണെന്ന് പറഞ്ഞു. പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു ആരുടെ കൂടെ വർക്ക് ചെയ്യാനാണ് താല്പര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യേട്ടൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം സത്യേട്ടൻ അന്നേ അടുപ്പമുണ്ട്. സത്യേട്ടനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാല്ലേ? അന്ന് ഈ സത്യേട്ടൻ്റെ കൂടെയായിരുന്നു ശ്രീനൻ മിക്കവാറും വർക്ക് നടക്കുന്നത്. മോഹൻജൻ എന്നോട് പലപ്പോഴും സത്യേട്ടനോട് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. പിന്നെ അന്നേരം ഇനി ഇതിനുള്ള സമയത്ത് സത്യേട്ടൻ വേറെ റൂം എടുക്കണ്ടെന്ന് പറയും. അപ്പോൾ സത്യേട്ടൻ്റെ റൂമിൽ ഞാൻ കിടക്കും. സിനിമയെക്കുറിച്ചും സത്യേട്ടൻ നന്നായി വായിക്കുമല്ലോ. എൻ്റെ കയ്യിൽ എപ്പോഴും പുസ്തകം ഉണ്ടാവും. അപ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ സത്യേട്ടൻ്റെ ഇങ്ങോട്ട് കിട്ടുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള സത്യേട്ടൻ്റെ നറേഷനൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ രീതിയിലൊക്കെ ചിന്ത പോകുമല്ലോ. കാരണം സത്യേട്ടൻ വേറൊരു രീതിയിലാണല്ലോ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു ബന്ധമുണ്ട്. പിന്നെ സിനിമകൾ സത്യേട്ടൻ്റെ ആദ്യത്തെ പടം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഗ്രാമീണതവും അങ്ങനെ അതിനെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യാണ് ശ്രീനോടായിട്ട്. അങ്ങനെ ഫസ്റ്റ് സത്യേട്ടൻ പറഞ്ഞു. പിന്നെ അതല്ലെങ്കിലും സത്യേട്ടൻ നടക്കില്ല, ആകെ 3 അസിസ്റ്റൻസ് ഇവർ എഫോർഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ പിന്നെ പ്രിയൻ സാറ് അതും നടക്കില്ല എന്ന് വെച്ചു. പ്രിയൻ സാറ് പ്രിയൻ്റെ അടുത്ത് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട്, ഉള്ളവരെ കുറക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെയോ സിവിമൽ അതും സാധ്യത കുറവാണ്, അദ്ദേഹത്തിൻ്റെ അടുത്താളുണ്ട്. അപ്പം നീ എന്നാൽ വരട്ടെ, സത്യേട്ടൻ്റെ എന്തെങ്കിലും ചാൻസ് വരട്ടെ. ഇപ്പോഴും സത്യേട്ടനിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നൊന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അന്ന് ലാൻഡ് ഫോണാണ്. ഫോൺ ചെയ്തപ്പോൾ ശ്രീകണ്ഠൻ പറഞ്ഞു, സത്യം ചോദിച്ചു മോൻ്റെ പരിപാടി എന്നാ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അവൻ്റെ കുറച്ച് വലിയ മോഹമാണ് സത്യൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സത്യേട്ടൻ എന്താ പറഞ്ഞു? സത്യനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കാരണം സത്യയുടെ ആളുണ്ടല്ലോ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജയരാജേട്ടുണ്ടല്ലോ, ജയരാജ് സ്വന്തമായി പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് തന്നു, വിദ്യാരംഭം. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു തൽക്കാലം ജയരാജിൻ്റെ കൂടെ വർക്ക് ചെയ്യട്ടെ. കാരണം ജയരാജ് നമ്മൾ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ജയരാജാകുമ്പം അവന് സിനിമയെക്കുറിച്ച് കുറച്ചുകൂടി അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആയിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ജയരാജൻ നമ്മളെ വീട്ടിൽ വന്നിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി. കുറച്ച് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ജയരാജൻ പറഞ്ഞു ഞാൻ എന്താ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ സത്യേട്ടൻ്റെ ഒഴിവ് വരുമ്പോൾ അങ്ങോട്ട് കയറാമെന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നീട് ഒരു 2-3 മാസം കഴിയുമ്പോഴേക്ക് ശശിശങ്കർ ഒരു സ്വന്തം പടമായിട്ട് പോയി. അപ്പോൾ സത്യേട്ടൻ അപ്പോൾ എന്നും നന്മകളുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കാണ് കോഴിക്കോട്. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് മോനെ വർക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വളരെ വേഗത്തിൽ ഞാൻ സിനിമയിലെത്തി. അങ്ങനെയാണ് എന്നും നന്മകൾ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് പിന്നെ അവിടെ രസകരമായ സംഭവമുണ്ട്. ഞങ്ങളിങ്ങനെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇദ്ദേഹമായിട്ട് വർക്ക് ചെയ്യുന്ന യൂണിറ്റിലുള്ള പല ആൾക്കാരൊക്കെ പിന്നീട് പറയുമ്പോൾ ഇദ്ദേഹം ശ്രീനിവാസന്റെ അളിയനാണെന്നോ അല്ലെങ്കിൽ മറ്റു പരിഗണന ഒന്നും നോക്കാതെ കിട്ടുന്ന വണ്ടിയിൽ കയറി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അതൊക്കെ പോകും നമ്മൾ. അപ്പോൾ ശ്രീകണ്ഠൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അന്ന് ഇത് നമ്മൾ ഷൂട്ടിങ്ങൊക്കെ പലപ്പോഴും കാണാറുണ്ടെങ്കിലും എന്താണ് നമ്മുടെ ഡ്യൂട്ടി എന്നറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത്. കാരണം ശ്രീകണ്ഠൻ്റെ സത്യമായിട്ടൻ്റെ അടുത്ത് എനിക്ക് പ്രത്യേക ഒരു ഫ്രീഡം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഫ്രീഡം എല്ലാ സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണിക്കേണ്ടത് ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊരിക്കലും കാണിച്ചിട്ടില്ല. ഞാൻ ആ ഫ്രീഡം ഒരിക്കലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അമ്മ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അല്ലേ? അമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു. കർഷക തൊഴിലാളിയായിരുന്നു. അതെ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കരുതുന്നതിനേക്കാൾ വളരെ വിശാലമായ ഞാൻ കരുതിയിരുന്നതിനേക്കാൾ വളരെ വിശാലമായ ഒരു സോഷ്യലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ശ്രീനിവാസനും കുടുംബവും മൊത്തത്തിൽ മുളച്ചത് എന്നുള്ളത്. അതിന്റെ എല്ലാ ക്വാളിറ്റിയും അവരെന്നും സൂക്ഷിക്കുന്നു അല്ലേ? ശ്രീനിയേട്ടൻ്റെ അച്ഛൻ ആയാലും എംഎൽഎച്ചിയുടെയും മോഹൻജിയുടെയും അച്ഛനായാലും അമ്മയായാലും ഒക്കെ തന്നെ ആ ഒരു അത് അവരുടെ സിനിമയുടെ ക്വാളിറ്റികളുടെ ഒരു പക്ഷേ പശ്ചാത്തലം അതായിരുന്നു. നമ്മളെല്ലാം കാലഘട്ടത്തിലേക്ക് ഒരുപാട് സമരങ്ങളും പോലീസിന്റെ ഗുണ്ടായിസവും എതിർ പാർട്ടിക്കാരുടെ ഗുണ്ടായിസൊക്കെ കണ്ടു വളർന്നൊരു ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ ആ സമയത്തൊക്കെ അനുഭവിച്ചു വളർന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അത് കണ്ടിട്ടുണ്ട്. മാത്രമല്ല അപ്പോൾ അമ്മയെപ്പോലുള്ള ഒരുപാട് കർഷക സ്ത്രീകൾ, പ്രത്യേകിച്ച് നമ്മളെ നെയ്ബറിലൊക്കെ പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കർഷക തൊഴിലാളി ആണെങ്കിൽ പോലും ഒരുപാട് സഫർ ചെയ്തിട്ടാണ് വന്നത്. അതിൻ്റെയൊക്കെ കരുത്തും വീര്യവും ഈ പറഞ്ഞ അമ്മയുടെ
ഒരുമിച്ച് ജോലി ചെയ്ത ആൾക്കാർ, ആ സ്ത്രീകൾക്കൊക്കെ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അവരുടെ വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട്. അവരൊരിക്കലും ഇത് അവരെ ഈ CPM-ലേക്ക് വന്നത് അവരുടെ ഈ ഇത് പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല. പഠിച്ചിട്ട് ആവണമെന്നില്ലല്ലോ, പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അവർ വളർന്നത് ഈ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, റേഷൻ കിട്ടാത്ത സമയത്ത് റേഷന് വേണ്ടിയിട്ട്, മണ്ണെണ്ണ കിട്ടാത്ത മണ്ണെണ്ണയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സമരത്തിൽ പങ്കെടുത്ത ഇവരൊക്കെ. അന്ന് പാർട്ടി അതിനുവേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമായിരുന്നു. പാർട്ടി ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായത് അതുകൊണ്ടാണ്. ഞാനെപ്പോഴും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു CPM-കാരനായത് ഞാൻ കാർൽ മാർക്സിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടോ EMSൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടോ ഒന്നുമില്ല. എനിക്കതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല, ഇപ്പോഴും മനസ്സിലാവില്ല, അത്തരം കാര്യങ്ങൾ മനസ്സിലാവില്ല. കാരണം നമ്മൾ അത്രമാത്രം മനസ്സിലാക്കേണ്ട തലയെ നമുക്കുള്ളൂ. പ്രായോഗിക പാഠങ്ങളാണ്. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എതിർ പാർട്ടി ശക്തമായ ഒരു വേരോട്ടുള്ള സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ അവിടെ കുറേ ചെറുപ്പക്കാർ, അവിടെ ബീഡിത്ത കമ്പനിയിൽ നിന്നൊക്കെ കുറേ ചെറുപ്പക്കാർ ഓടി വന്ന് അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നിട്ട് എല്ലാ കടകളും കുറച്ച് പൈസ വരിച്ചിട്ട് ഹോസ്പിറ്റൽ ചികിത്സിക്കും, ബാക്കി പക്ഷേ അവരെ തിരിച്ചു കൊടുക്കും. ഇവരൊന്നും പൈസയില്ല. ഒരു കല്യാണ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇല മുറിക്കുന്നതും ഇല കൊടുക്കുന്നതും ആളെ സ്വീകരിക്കുന്നതും ഒക്കെ ഇതേ ചെറുപ്പക്കാരാണ്. മരണ വീട്ടിലാണെങ്കിൽ അവിടെ ഒരു വീടിൻ്റെ അന്ന് പരകെട്ടുക എന്ന് പറയും, എല്ലാം ഓടില്ലാതെ സമയത്ത് ഓലമേഞ്ഞ വീടുകളാണ്. ഈ ഓലമേഞ്ഞ വീട്ടിൽ ഇത് ഞായറാഴ്ച പരകെട്ട് നമ്മൾ പറയാം. പരകെട്ട് നമ്മളെ വന്ന് ക്ഷണിക്കും. എന്നിട്ട് ഈ പരകെട്ടിന് കഞ്ഞിയും പുഴുക്കൊക്കെ ഉണ്ടാവും, അത് കുടിക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പരകെട്ടുന്നിടത്തൊക്കെ 2 പേരാണ് ജോലിക്കാരായിട്ടുണ്ടാവുക. അത് മെയിൻ ഇത് കെട്ടാൻ അറിയുന്ന ആളാണ്, അവിടുത്തെ പ്രവർത്തകരാണ്. അങ്ങനെയുള്ള പ്രവർത്തകർ ഒരു ദിവസം ഞാൻ കാണുന്നത് മുദ്രാവാക്യം വിളിച്ചിട്ട് ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെ ഗുണ്ടായിസ്ഥിതിരോ അങ്ങനെ എന്തെങ്കിലും സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കൊടി പിടിച്ച് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ അതിൻ്റെ പിന്നാലെ ആയതാണ്. അങ്ങനെയാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായത്. അത് നമ്മളെ മനസ്സിലുള്ള ഒരു ഫീൽ അത് തന്നെയാണ്. അതൊന്നും പെട്ടെന്ന് മാറിപ്പോകുന്നില്ല. അമ്മയ്ക്ക് മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. തമാശക്ക് ഞാൻ വോട്ട് മാറ്റി ചെയ്തോടെ ചോദിച്ചപ്പോൾ ചെക്കൻ മാറിപ്പോയെന്നൊക്കെ ചോദിച്ചിരുന്നു. ചെക്കൻ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. റേഷൻ പിന്നെ ഇപ്പോൾ വാങ്ങാറുണ്ടോ? റേഷൻ വാങ്ങാറ്. റേഷൻ ഇപ്പം കഴിഞ്ഞ 16-ാം തീയതി വാങ്ങിച്ചിട്ടാണ് വന്നത്. വാങ്ങിച്ചവിടെ കൊടുത്തു. അതാണ് ഞാൻ എനിക്ക് ഇത് വിനീതിന്റെ ഫോണിന്റെ ഫോട്ടോ വീട്ടിൽ കൊടുക്കും. ഇത്തവണ 1/2 ലിറ്റർ മണ്ണെണ്ണയും കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് മണ്ണെണ്ണ നിർബന്ധമാണ്. നമ്മൾ മണ്ണെണ്ണ ഞാൻ മിക്കവാറും വാങ്ങാറില്ല. എന്തുകൊണ്ടാ വെച്ചാൽ അമ്മേൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മരിക്കുന്നതിൻ്റെയൊക്കെ അത് 8 മാസം മുമ്പിലൊക്കെ ആ തറകെട്ടി വീട്ടിൽ വരുമല്ലോ. അപ്പോൾ തറയൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെയല്ലേ ഈ ചപ്പും ചവറൊക്കെ വാരിക്കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്ത് കത്തിക്കും. ഒരാവശ്യമില്ല. അപ്പോൾ ഒരു പെങ്ങൾ പറഞ്ഞ് അമ്മയ്ക്ക് മണ്ണെണ്ണ വാങ്ങിയത് അഥവാ ഈ അബദ്ധത്തിൽ തീയങ്ങ് പിടിച്ചാൽ ഇവർക്ക് പണ്ടത്തെ ഇത് ഓടാനൊന്നുമില്ല. അങ്ങനെ മണ്ണെണ്ണ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ വാങ്ങാറില്ല. ഇത്തവണ 1/2 ലിറ്റർ മണ്ണെണ്ണയും കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിനും കാരണം വിനീത് വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണാണ് ഇതൊക്കെ നിലനിൽക്കാൻ കാരണം. അല്ല, അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൂടെ അമ്മയ്ക്ക് എല്ലാവരും വിളിക്കാൻ പറ്റുന്നില്ല. അത് വിനീത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. 15 വർഷമായിട്ട് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവരും വിളിക്കും. ഇപ്പം എല്ലാ വീടുകളിലും മൊബൈൽ ഫോണുണ്ട്. എല്ലാവരും വിളിക്കും, വിളിച്ചിന് വിളിക്കും. മറ്റുള്ളവരൊക്കെ കൂടുതൽ അമ്മയാണ് ആദ്യം തുടങ്ങിയത്. ഗൾഫിൽ നിന്നും ഗൾഫിലും മരിയക്കളൊക്കെ ഉള്ള അവരെല്ലാം വിളിക്കും, അമ്മമാരെ വിളിക്കും. അപ്പോൾ അമ്മയൊക്കെ മരിക്കുന്നവരെ സോഷ്യൽ കോൺടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായിട്ട് പെങ്ങളെ വീടിൻ്റെ സൈഡിൽ റോഡുണ്ട്. ആ റോഡിൻ്റെ പോകുന്നവരെല്ലാം വിളിച്ചിട്ട് വീട്ടിൽ കയറ്റി ഇരുത്തിച്ചിട്ട് ലോകത്തിലെ സകല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഭാഗത്ത് ഇത് എനിക്ക് തോന്നുന്നു അമ്മയുടെ പ്രായത്തിൽ ദേശാഭിമാനി വായിക്കുന്ന നമ്മളെ ആ ഏരിയയിൽ അമ്മ മാത്രമേ ഉള്ളൂ. കന്നഡ ഉണ്ടായിരുന്നോ അതോ കന്നഡ വെച്ചിട്ട് വായിക്കും? കന്നഡ വെച്ചിട്ട് വായിക്കും. മറ്റൊന്നും കന്നഡയൊന്നും വേണ്ട. ദൂരെ നിന്ന് ആളെ കന്നഡയിലാണ്ട് കാണും. അമ്മയുടെ പേര് ജാനകി. എന്തായാലും പാട്യത്തുള്ള അമ്മയുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക് ജന്മം നൽകിയ, സാംസ്കാരിക പശ്ചാത്തലം പുലർത്തിയ അല്ലേ വലിയ ഒരമ്മ. ജീവിതത്തിൽ ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു സുഹൃതമാണ്. അതാണ് ഞാനിത് ഒരിക്കലും ഞാൻ വിനീതിൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെ എന്തോ പറയും. ഞാൻ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. 17-ാമത്തെ വയസ്സ് മുതൽ ഇപ്പം വരെ ഈ സംസാരിക്കുന്ന കാലഘട്ടം വരെ നിൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ. അതെല്ലാം ഇതും അനുഭവിച്ച് വളർന്നവനാണ്. വിനീത് പറഞ്ഞെന്ന് അറിയുക, മാമൻ 17 വയസ്സ് മുതലേ ജനിച്ച മുതൽ ഞാൻ. പക്ഷെ കണക്കൂട്ടി നോക്കിയ കാലം കുറവായിരിക്കും. ജനിച്ച കാലം മുതൽ. അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്ന പോലെ അച്ഛൻ എന്നെ എത്ര വർഷമായിട്ട് അറിയാം.
ഇത്ര വർഷമായിട്ടില്ല അറിയാം. ഞാൻ ജനിച്ച പോലെ എനിക്ക് അച്ഛനെ അറിയാം. അറിയാം, അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ശ്രീനേട്ടൻ പോയതിനു ശേഷം മോഹൻജിയൊക്കെ എനിക്ക് തോന്നുന്നു മോഹൻജിക്കൊക്കെ തിരിച്ചു വരാൻ ഒരുപാട് സമയം എടുത്തു. അതെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പെട്ടെന്ന് അബ്സ്കോണ്ടിങ് ആയി. എന്നിട്ട് നമുക്കത് എപ്പോഴും കൂടെ നടക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ എനിക്കെപ്പോഴും ഒരു ഇത് തോന്നുന്നതെന്ന് വെച്ചാൽ നാടിൻ്റെ ഇപ്പോഴത്തെ പല കുട്ടികൾക്ക് നാട് എന്ന് പറയുമ്പോൾ സെന്റിമെന്റ്സ് ഇല്ലായിരിക്കാം. പക്ഷെ അതിപ്പം നമുക്കൊക്കെ ഉണ്ടായി. പക്ഷെ ഇത് നമുക്ക് ആ നാടും ആ നാട്ടിലെ സാമൂഹിക പ്രവർത്തനം തരുന്നൊരു കരുത്ത് വേറെ തന്നെയാണ്. അത് നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള സംശയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വേറെ തന്നെയാണ്, വേറൊരു ടെറൈനാണ്. അതെ അതെ അതെ, അതിന്റെ കൂടെ ജീവിക്കാന്നില്ല. അതെ അതെ, അതിന്റെ ഒരു സുഖം വേറെയാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ശ്രീനേട്ടൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നു ശ്രീനേട്ടൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞിട്ട് ശ്രീനേട്ടനെ കൊണ്ട് തന്നെ ഒരുപാട് കഥകൾ നമ്മൾ എത്രയോ 100 കണക്കിന് കഥകളെ നമ്മൾക്ക് ഇരിക്കുമ്പോൾ പറയാം. ഒരുപാട് കഥ വലിയ ഒരു എന്തെല്ലാം ഓർമ്മകളാണ്. ഓക്കെ, നമുക്ക് തുടരാം. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ മേളം കറി മസാല.